அவன் பலம் அவனுக்கு தெரியல சார், பயம் மட்டும்தான் தெரியுது. Hello guys, how are you? So guys, welcome back our video. So guys, എല്ലാവരുടെ ഉള്ളിൽ ഒരു സൂപ്പർ ഹീറോ ആവണമെന്നുള്ളൊരു ചിന്താബോധം തോട്ട് ഉള്ളതാണ്. ഓക്കെ ഇതൊരു റിയാലിറ്റിയാണ് ഗൈസ്. എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഗൈസ് ഞാൻ ഇതേപോലെ സൂപ്പർ ഹീറോ മൂവീസൊക്കെ കണ്ട് വളർന്ന ഒരാളാണ്. ഓക്കെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൈസ് ഇതിൻ്റെ ഫാൻറ്റസി കണ്ട ആ സമയത്ത് ഗൈസ് എനിക്ക് ആരെങ്കിലൊക്കെ ഇടിക്കണം പറക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ വളർന്നു വന്ന ഒരാളാണ്. ഓക്കെ ഒരു സൂപ്പർമാൻ ആവണമെങ്കിൽ ഒരു സ്പൈഡർമാൻ ആവണമെങ്കിൽ സ്പൈഡർ കടിച്ചാലേ സ്പൈഡർമാൻ ആവണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയെന്നുള്ള ഒരു മെൻറ്റാലിറ്റി അല്ലായിരുന്നു. ഓക്കെ എനിക്ക് ബട്ട് അങ്ങനത്തുള്ള കുറേ ടൈപ്സ് ഓഫ് പ്ലക്ക് മോറന്മാരുണ്ട്. ഓക്കെ ഇവന്മാരാണെങ്കിൽ ഈ കടുപ്പിച്ചിട്ട് അവസാനം ഹോസ്പിറ്റലൈസ്ഡ് ആയി അവസാനം വിരളി പൂണ്ട് ചത്ത അങ്ങനെയൊക്കെയുള്ള കുറേ കേസ് ഉണ്ടല്ലോ. സോ അവരെ ഈ സമയത്ത് നമുക്ക് സ്മരിച്ച് കളയാം. ഓക്കെ കേസ് ബട്ട് ഗൈസ് നമ്മളൊരു മെച്യൂരിറ്റി ഹൈ ലെവലാകുമ്പോൾ ഗൈസ് നമുക്കൊരു റിയാലിറ്റി മനസ്സിലാവണം ഗൈസ്. ഒരു സൂപ്പർ ഹീറോ മൂവിയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ഓക്കെ സോ ഒരിക്കലും ഫാൻറ്റസി രീതിയിൽ മാത്രമല്ല ഒരു സൂപ്പർ ഹീറോ മൂവീസ് ഉണ്ടാവണം. ഓക്കെ ഒരു കോമണുള്ള ഒരു മാൻ ലോകത്തെ രക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒരു നാടിനെ രക്ഷിക്കുന്നു. ഓക്കെ വെരി ഇന്റലിജന്റ് ആൻഡ് I was one of them. സോ അത് പുള്ളിക്ക് കിട്ടിയ പവറിലൂടെയാണ് പുള്ളിക്കാരത് അത് ചെയ്യുന്നത്. ഓക്കെ കാരണം ഇപ്പോൾ മെജോറിറ്റി ടൈപ്സ് ആൾക്കാർ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പവറും കാര്യങ്ങളും കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളെ കൊണ്ട് പുഴുതി കൊണ്ടുവച്ച് നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യും. മനസ്സിലായി? മെജോറിറ്റി ടൈപ്സ് ആൾക്കാർ അങ്ങനെ ഇരിക്കും. ഓക്കെ സോ സ്വന്തം സെൽഫിഷിന് വേണ്ടി മാത്രം മാറ്റി വെച്ച് സോകം നമ്മൾ നടക്കുന്ന ടീംസാണ്. ഓക്കെ അപ്പോൾ ഗൈസ് അവിടെയാണ് ഗൈസ് ഒരു സൂപ്പർ ഹീറോ വ്യത്യസ്തനാവും. നോക്കി അവന് കിട്ടിയ പവർ അവൻ നാട്ടുകാർക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് നോക്കി, നാട് സംരക്ഷിക്കാൻ അവൻ ലോകം സംരക്ഷിക്കാൻ വേണ്ടി അവൻ യൂട്ടിലൈസ് ചെയ്ത് നോക്കി. മിക്ക ഒരു സൂപ്പർ ഹീറോ മൂവി എടുത്താൽ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ജേർണിയിലാണ് പോകണം. ഓക്കെ സോ സൂപ്പർ ഹീറോൻ്റെ ഒരു കർത്തവ്യം തന്നെയാണ്. ഓക്കെ ഇപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വിശ്വസിക്കുമല്ലോ, അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സാധനം തന്നെയാണ് ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ ആ ഒരു പരിവേഷമുള്ള ആൾക്കാർ. സോ ഈ രക്ഷപ്പെടുത്തുന്നവരെ കണക്കുള്ള ഒരേ അപ്പിയറൻസ് കണ്ണും മൂക്കും ഉള്ള ഒരാളാണ് ഗൈസ് ഈ ഒരു സൂപ്പർമാൻ. ഓക്കെ സോ അവനെ സംബന്ധിച്ച് അവൻ സ്പെഷ്യൽ ആവുന്നത് എന്തുകൊണ്ടാണ്, അവൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് അവനെ ഒരു സൂപ്പർ ഹീറോ എന്ന് വിളിക്കുന്നത്. ഓക്കെ സോ ദാറ്റ് ദ റിയാലിറ്റി ഗൈസ്. അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ തേങ്ങയും മാങ്ങ അടക്കാനല്ലല്ലോ സൂപ്പർ ഹീറോൻ്റെ പരിപാടി. അങ്ങനെയൊക്കെ ഇവിടെ നടന്നെങ്കിൽ കേസ് അവന് സൂപ്പർ ഹീറോ എന്നായിരിക്കില്ല, അവന് കള്ളൻ വാസു എന്നായിരിക്കും പേരിടണം. ഓക്കെ ഈ ഒരു പേരും ചേർത്ത് അവനെ പറഞ്ഞു വിടും കൊണ്ട് രണ്ട് ചപ്പാക്കുളിക്ക് രണ്ട് അടിയും കൊടുത്ത് പറഞ്ഞു. ഓക്കെ അതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു സൂപ്പർ ഹീറോ മൂവീസ് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു എക്സ്പെക്റ്റേഷൻ ലെവൽ കൂടുന്നത്. ഓക്കെ സോ ഇതെല്ലാം ലൈ ആണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചൊരു അതിലൊരു നന്മയുണ്ട്. ഓക്കെ ഒരു സൂപ്പർ ഹീറോ മൂവിയിൽ ഒരു നന്മയുണ്ട്, പിന്നെ അതേപോലെ തന്നെ എല്ലാ രീതിയിലും ഇമോഷൻസ് കണക്റ്റാണ്. ഓക്കെ ഒരു കോമൺ മാൻ എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു പ്രൗഡ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ സോ നാട് രക്ഷിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പറ്റിയിരുന്നെങ്കിൽ ഒരു ചിന്താബോധം നമുക്കിവിടെ ഉണ്ടാവുമല്ലോ. ഓക്കെ സോ അത് തന്നെയാണ് ഗൈസ് നമ്മളൊരു മൂവി കാണാൻ, ഒരു നോർമൽ മൂവിനെ വെച്ച് നമ്മൾ ഈ സൂപ്പർ ഹീറോ മൂവി കാണാൻ നമുക്കൊരു ത്വര വരണ്ട ഗൈസ്. ഗൈസ് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഇന്ത്യയിലെ ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് ഗൈസ് വീരൻ എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ സോ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇപ്പം നമ്മളൊരു നോർമൽ ഒരു പേഴ്സൻ്റെ ഒരു ലൈഫാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ സോ പുള്ളിക്കാരൻ ഒരു സൂപ്പർ ഹീറോ പരിവേഷം ഞാൻ കൊടുക്കുന്നത്. സോ ഒരു സൂപ്പർ ഹീറോ ഹ്യൂമൻ അതാണ് പുള്ളിക്കാരൻ. ഓക്കെ നമ്മളെ ഉള്ളിലുള്ള ഒരു വികാരമാണ് ഇവിടെ വരുന്നത്. ഓക്കെ ആ ഒരു വികാരം വരാൻ ഇപ്പോൾ പുള്ളിക്കാരനെ സംബന്ധിച്ചൊരു ഇമാജിനറി ടോക്കറ്റീവ് ഉണ്ട്. ഓക്കെ അതായത് അലക്സ പോലെ ഒരു സാധനം. ഓക്കെ പുള്ളിക്കാരനെ സംസാരിച്ച് ഉണർത്താൻ വേണ്ടി. ഓക്കെ വീരമേ ജയം. ഇപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു ക്യാരക്ടറിലെ ഒരു സത്യം എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഇന്നസെൻ്റ് ആയ ഒരു ക്യാരക്ടറാണ്, നല്ല രീതിയിൽ ഇന്നസെൻ്റ് ആയ ഒരു ക്യാരക്ടറാണ്. ഓക്കെ അപ്പോൾ പുള്ളിക്കാരനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ്റെ ഉള്ളിൽ ഒരു ദിഗംബരൻ ഒരു ഹൽക്കുണ്ട്. ഓക്കെ ആ ഹൽക്കിനെ പുറത്ത് കൊണ്ട് വരണം ഗൈസ്. അപ്പോൾ ഹൽക്കിനെ പുറത്ത് കൊണ്ട് വരാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ ഈ ഒരു ഇതേ ഉള്ളൂ. ഓക്കെ ഇപ്പോൾ പിന്നെ അതിൽ കുറച്ച് മസാലയും കാര്യങ്ങളും കൂട്ടിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഗൈസ് ഇപ്പോൾ എല്ലാവരും ഉള്ളിലൊരു സൂപ്പർ ഹീറോ ഉണ്ട്. ഓക്കെ അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമൻ ഉണ്ട്. ഓക്കെ സോ അത് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ ഗൈസ് ഈ ഒരു നോർമാലിറ്റി നമ്മൾ വന്ന ഒരു സൂപ്പർ ഹ്യൂമൻ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഗൈസ് ഇപ്പോൾ നമ്മൾ ഫ്ലഡ് വന്നു. ഓക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ അവിടെ രക്ഷിക്കാൻ കുറേ പേര് വന്നിട്ടുണ്ട്. ഓക്കെ ആ സ്ഥാനത്ത് ഗൈസ് വേറെ കുറച്ച് വീരന്മാരുണ്ട്. ഇവന്മാരെന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം ചിന്താവെന്ന് പറഞ്ഞ് നടന്ന കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. സ്വന്തം ജീവനാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. ഓക്കെ ഈ രക്ഷപ്പെടുത്താൻ വന്ന കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. ഓക്കെ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവനും കണക്കാണ്, മറ്റുള്ളവരുടെ ജീവനും ഒരേ തുല്യമാണ്. ഓക്കെ സോ അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വന്നത്. ഓക്കെ അവരൊരിക്കലും അവരെ രക്ഷിക്കാൻ വന്നില്ലെങ്കിൽ മെജോറിറ്റി ആ ഒരു വെള്ളപ്പൊക്കത്തിൽ കുറച്ച് പേരെങ്കിലുമൊക്കെ മരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ സോ അവരോട് ഒന്ന് ഹെൽപ്പ് ചെയ്തു. ഓക്കെ സോ ആ ഹെൽപ്പിലൂടെ തന്നെയാണ് ആ ഒരു കുറേ നമ്മൾ അത് അതിജീവിച്ചത്. ഓക്കെ സോ അപ്പോൾ ഗൈസ് അവിടെ മനസ്സിലാക്കുക അവിടെ ഒരു
ഹ്യൂമൻ സൂപ്പർ പവർ അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ സോൾജേഴ്സ്. ഓക്കെ, സോൾജേഴ്സ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, മറ്റുള്ളവരിൽ നിന്ന് ഡിഫെൻഡ് ചെയ്ത് അവരുടെ സ്വന്തം ജീവൻ അവർ പണയം വെച്ചാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, സോ യാ ഗൈസ്, സോ ദേ ആർ ദ റിയൽ ഹീറോ. പിന്നെ ഗീസ് ഇപ്പോൾ നമുക്ക് ഒരു സൂപ്പർ ഹ്യൂമൻ ആവണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഗീസ് ഒരു നന്മ എന്ന് പറഞ്ഞ സാധനം വേണം. ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള സാധനമാണ് ഈ നന്മ. നമുക്ക് ഈ സ്നേഹം, കാരുണ്യം, അങ്ങനെയുള്ള കുറേ വികാരങ്ങളുള്ളൂ. അതേപോലെ ഒരു സാധനമാണ് ഗീസ് ഈ ഒരു നന്മ. ഈ നന്മ നമ്മൾ വെളിയിലോട്ട് ഇറക്കണം. ഈ വെളിയിലോട്ട് ഇറക്കി പ്രവർത്തിക്കണം. പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ഫ്ലക്സിൽ എഴുതി നന്മ എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് പോയാൽ നമുക്ക് ഇത് പ്രവർത്തിക്കാൻ കഴിയില്ല. 2 അടി നിന്ന് അവർ പറഞ്ഞു വിടും. ഓക്കെ ഗൈസ്, ഈ കുറേ ടൈപ്സ് ആൾക്കാർ ഈ നന്മ ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ ആഹാരം ഇല്ലാത്തവർക്ക് ആഹാരം കൊടുക്കുന്നു, ഈ മുടി വെട്ടി കൊടുക്കുന്നു, അങ്ങനെയുള്ള കുറേ ടൈപ്സ് നമ്മൾ നന്മ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഒരിക്കലും അവർക്ക് എതിരല്ല. ഓക്കെ, ബട്ട് ഗൈസ് എന്നെ സംബന്ധിച്ച് ഗൈസ് ഈ ഒരു നന്മ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സീക്രട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ മറ്റുള്ളവരൊക്കെ അറിയിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. ഓക്കെ, ഇവരെന്ന് പറയുമ്പോൾ ഈ ജനിക്കുമ്പോൾ തന്നെ ഒരു ഇമോഷനും ഒന്നുമില്ലാത്ത കുറേ ടൈപ്സോ ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, ഇവർ ആ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ ഒരു ഇമോഷൻ ടച്ച് ഒന്നും ഉണ്ടാവാത്ത ഒരു അഹങ്കാരം മാത്രമുള്ള കുറേ ടൈപ്സ് ആൾക്കാരുണ്ട് നമ്മൾ പറഞ്ഞില്ലേ. കാരണം അവർക്കൊരു വികാരമല്ലോ. ഓക്കെ, അവർ അഗ്രസീവ് ആവണ കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. ദേഷ്യം മാത്രം എപ്പോഴും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. അതിനെ കേസ് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ അങ്ങനെയുള്ള കുറേ ടൈപ്സ് ആൾക്കാർ നമ്മളിത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് സഹായിക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഒരു ഇമോഷണൽ സാധനം നമുക്ക് കാണിച്ചു കൊടുക്കണം, അല്ല നമ്മൾ ഉള്ളിൽ കൊണ്ട് വെച്ചിട്ട് അത് കാര്യമില്ല. ഓക്കെ, നമ്മൾ സ്നേഹകാര്യം എന്ത് കാര്യം നമ്മളിത് വെളിയിൽ എക്സ്പോസ് ചെയ്യണം. എക്സ്പോസ് ചെയ്താലേ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ആ ഒരു തിങ്ക് വേണം. അല്ലാതെ പിന്നെ ഈ കുറേ ടൈപ്സ് ചില ആൾക്കാർ പറഞ്ഞോളൂ, ഞാൻ എൻ്റെ ഉള്ളിൽ സ്നേഹം വെച്ചിട്ടുണ്ട്, നിനക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് പറയും. ഓക്കെ, ഞാൻ അത് കാണിക്കില്ല എന്ന് പറഞ്ഞ കുറേ ടൈപ്സ് ആൾക്കുണ്ട്. ഈ അങ്ങനെ കാണിക്കാതെ ഇരുന്നാൽ അവർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അവർ മനുഷ്യനാണ്. ഓക്കെ, അവർ ബോഡി സെൻസറൊന്നുമല്ല അവർക്കത് മനസ്സിലാക്കി എടുക്കാൻ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഉള്ളിലുള്ളത് അത് പ്രകടമാക്കണം. ഗൈസ് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഗൈസ്, ഞാൻ ബസ്സിൽ വരുമ്പോൾ ഒരു അമ്മൂമ്മ റോഡിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മയെ സംബന്ധിച്ച് നടക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെ കുറേ ടൈപ്സ് ആൾക്കാർ ഇരിക്കുകയാണ്. ഓക്കെ, ഇഷ്ടംപോലെ ആൾക്കാർ ഒക്കെയാണ്. അപ്പോൾ ഒരു കോളേജ് വരുന്ന ഒരു പയ്യനാണ് ആ അമ്മൂമ്മനെ അപ്പുറത്ത് ക്രോസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിക്കണം ഗൈസ്, അവിടെ എത്ര പേര് അവനിൽ നിന്ന് കാട്ടി പ്രായം കൂടി കുറേ മുതുക്ക് വാണങ്ങളാണ് അവിടെ തോന്നുന്നത്. എന്നിട്ട് അവരെ രക്ഷിക്കാൻ പോലും ആരും ഇല്ലടി. ഐ മീൻ അവർ സഹായിക്കാൻ പോലും ആരുമില്ല. ഓക്കെ, സോ അപ്പോൾ അവൻ മനസ്സിലാകും ഗൈസ്, അവനെ സംബന്ധിച്ച് അവൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുക ഗൈസ്. ഇതേപോലത്തെ ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയണം ഗൈസ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അവരെ ഉള്ളിൽ നിന്ന് ഒരു പുഞ്ചിരുണ്ട്. ഓക്കെ, ആ ഒരു പുഞ്ചിരി ഗൈസ് നമ്മൾ ആ ഡേ ഫുള്ളും ബ്ലെസ്സിങ് ചെയ്യും. ഓക്കെ, ഓ വാവ് എന്ന് നമുക്കൊരു ചിന്ത വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഹീറോ പരിവേഷം നമുക്കവിടെ കിട്ടും. ഓക്കെ, ഇതൊക്കെ സാധാരണ ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാം പ്രകടമാക്കണം, അല്ലാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമല്ല. ഓക്കെ, സോ സഹായിക്കേണ്ടത് സഹായിക്കുക തന്നെ വേണം. പിന്നെ ഓവറായിട്ട് പോയി കുളം ചാടരുത്. ഓക്കെ, പിന്നെ കേസ് വേറെ കുറേ ടൈപ്സ് ഓഫ് മോറന്മാരുണ്ട്. ഇവന്മാർ ട്രെയിനിൽ ബാഗും തൂക്കി നിൽക്കുന്ന ആളിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചായയും വടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് അവസാനം ഈ ബാഗിൽ ചിലപ്പോൾ കഞ്ചാവ് MDMA ഒക്കെ ആയിരിക്കും. ഓക്കെ, അവസാനം പോലീസ് ഒന്ന് പിടിക്കുമ്പോൾ ഇവൻ ഇവിടെ ജയിലിൽ പോകും. എന്നിട്ട് അവസാനം നന്മ ചെയ്യാൻ പോയവൻ അവസാനം ക്രിമിനലായി ഇറങ്ങി വരും. ഓക്കെ, അങ്ങനെയുള്ള കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് പറഞ്ഞത് നോക്കി കണ്ടൊക്കെ സഹായം ചെയ്യണം. ഓക്കെ, സോ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡിലൂടെ ഹെൽപ്പ് തേടി വരുന്ന കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. ഓക്കെ, സോ അവരുടെ റിയാലിറ്റി ഒന്നും അതായിരിക്കില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ജെന്യുവൻ പോസിറ്റീവായി തോന്നുന്ന ആൾക്കാരെ മാത്രം സഹായിക്കണം. ഓക്കെ, അല്ലാതെ നമ്മൾ കാണിക്കേണ്ട എല്ലാവരെയൊക്കെ നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവസാനം അടിയും കിട്ടി വായും വളർന്ന് ഇരിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഗൈസ് വേറെ കുറേ ടൈപ്സ് ഓഫ് മോറന്മാരുണ്ട്. ഇവന്മാരാണെങ്കിൽ വീട്ടിലൊന്നും ചെയ്യില്ല. ഓക്കെ, വീട്ടിൽ അച്ഛനും അമ്മയും പണിയെടുത്തിട്ട് ഇപ്പോഴും മുതുക്കാളായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് അവരെ പൈസ കൊണ്ടുപോയി മറ്റുള്ളവന്മാർക്ക് സിഗരറ്റും കള്ളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. അതൊന്നും ഒരു നന്മയല്ല. ഓക്കെ, അത് നിങ്ങൾ അവന്മാരെ കൊല്ലാൻ വേണ്ടിയുള്ള നന്മയാണ്. ഓക്കെ, പിന്നെ ഈ സ്വന്തം കാര്യം നോക്കിയിട്ട് മാത്രം ഓവർ അനുകമ്പ കാണിക്കാൻ നോക്കണം. ഓക്കെ, അല്ലാണ്ട് എല്ലാ നാട്ടുകാർക്ക് സമർപ്പിച്ചെന്നും പറഞ്ഞിറങ്ങി നടന്ന അവസാനം പണി കിട്ടും. ഓക്കെ, സോ നിൻ്റെ കാര്യം നോക്കിയിട്ട് നീ ആൾക്കാർ സഹായിക്കണം. ഓക്കെ, അതൊരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, എന്നും പറഞ്ഞ് എല്ലാം അങ്ങ് സഹായിക്കാൻ വിട്ടുകൊടുക്കില്ല. ഓക്കെ, നിൻ്റെ കയ്യിലും എല്ലാം വേണം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായിക്കാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നീ ഇവിടെ ഹീറോ ആണ്. ഓക്കെ, അപ്പോൾ 2 സൈഡും ബെറ്ററായി കൊടുക്കുക, നിൻ്റെ ഫാമിലി സൈഡും നാട്ടുകാർ സൈഡും. സോ ഓവർ നന്മയൊക്കെ ചെയ്യണതൊക്കെ നല്ല തന്നെയാണ്. ഓക്കെ, ബട്ട് നിന്നെ മറന്ന് നീ ചെയ്യരുത്. ഓക്കെ, അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, സോ ബി എ സൂപ്പർ ഹീറോ ഗൈസ്, അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമൻ. ഓക്കെ, താങ്ക്സ്. സോ ഗൈസ് ബി കെയർഫുൾ. എന്ത് കാര്യം ഉണ്ടെങ്കിൽ നല്ലത് ചിന്തിച്ച് അതിൽ തെറ്റ് ചെയ്ത് ശരി നല്ലതിന് മനസ്സിലാക്കി മാത്രം അതിലോട്ട് മൂവ് ഓൺ ആവാൻ ശ്രമിക്കാം. ഓക്കെ ഗൈസ്, അതിനു മുമ്പേ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, സോ ഗൈസ് തട്ട ബൈ ബൈ, സി യു, ലവ് യു ഗൈസ്. ഓക്കെ, ബൈ ബൈ.